Hello guys. Hello guys, after a lot of contemplation and existential crisis ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അമ്മേ എന്തൊക്കെയാണ് ഞാൻ പറയണേ, ഇവിടെ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ എക്സ്റ്റേണൽ ലൈറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. എനിവേയ്സ്, ഇന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു വീഡിയോ ആയിട്ടാണ്, ചിലപ്പോൾ ഇതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ ഫ്ലവർ വാസസ്, നമ്മൾ വേസസ് എന്ന് പറയുന്നത് ഫ്ലവർ വാസസ് ഞാനിങ്ങനെ വൃത്തിയാക്കി വെക്കുമായിരുന്നു. സോ ഐ തോട്ട് വൈ ഷുഡിൻ്റ് ഐ ഗീവ് എ ഫ്ലവർ വാസ് ടൂർ. എനിവേയ്സ്, ഈ ടൂർ എന്ന് പറയാൻ കാരണം ജർമ്മൻ സാധനം കയറി വന്നു കേട്ടോ. എനിവേയ്സ്, ഓ മൈ ഗോഡ്, എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട്. ഞാൻ വെറുതെ ചെയ്ത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണമല്ലോ, അപ്പോൾ അതിന് വെറുതെ ചെയ്യുന്നതാണേ. ഈശ്വരി, ഇത് എവിടെ നിന്നാണ് തുടങ്ങുക? ഓക്കെ, എനിവേയ്സ്, എനിക്ക് ഒത്തിരി ഫ്ലവർ വേസസ്, എനിക്ക് വേസസ് എന്ന് പറയാൻ ഇഷ്ടം. ഫ്ലവർ വേസസ് ഉണ്ട്. അതിൽ കയ്യിൽ കിട്ടിയതൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് ഉള്ള ഒറിജിനൽ കളക്ഷൻസിൻ്റെ ഒരു കാൽഭാഗം മാത്രമാണ്. ഐ ഡോണ്ട് നോ വൈ ഐ ആം ലൈക്ക് കളക്ടിങ് എ ലോട്ട് ഓഫ് ഫ്ലവർ വേസസ്. എനിവേസ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കളറാണിത്, ലൈക്ക് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറി ആദ്യമായി വാങ്ങിച്ച ഫ്ലവർ വേസാണ്. സോ ദിസ് വിൽ ബി ലൈക്ക് വെരി സ്പെഷ്യൽ ടു മീ. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും ഈ ഒരു ഫ്ലവർ വേസ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ആക്ച്വലി ഫ്ലവർ വേസുകളുടെ കഥകൾ പറയാൻ കാരണം ആ ഒരു ജേണിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇത് ബോറിംഗ് ആയിരിക്കും. ദിസ് ഈസ് എ വെരി അമേസിങ്, ലൈക്ക് ഈ ഒരു വേസ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളൊരു ഷേപ്പാണ്. ആൻഡ് ദിസ് ഈസ് മൈ സെക്കൻഡ് ഫേവറേറ്റ് വേസ് ഓഫ് ഓൾ ഓഫ് ദിസ്. ലൈക്ക് ഐ ലവ് ദിസ്. ഇത് എവിടെ വെച്ചാലും ഭയങ്കര യുണീക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദിസ് ഈസ് എ വെരി സിമ്പിൾ വേസ്. ലൈക്ക് നമുക്കൊരു വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെക്കോ ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വേസ് ആസ് വെൽ ആസ് ദിസ് വേസ്. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. ദൈവമേ, ഇതിൻ്റെ താഴെ ഒരു തല കെട്ടുന്ന ബുഷ്, ഇതൊക്കെ ഇങ്ങനെ ഇതിൽ വന്നത്. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ലൈക്ക് എനിക്ക് എലിസബത്ത് തന്നാണ്. ഇതിൽ ഞാൻ ഇതുവരെ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് വെരി ബിഗ്, ബട്ട് എനിക്കിഷ്ടമാണ്. ലൈക്ക് വലുതും വേണമല്ലോ. ഈ ഒരു ഷേപ്പ് എനിക്കിഷ്ടമാണ്. നമ്മൾ ഓരോ ഫ്ലവേഴ്സിനും അത് ലൈക്ക് ആ ഫ്ലവേഴ്സ് ഇങ്ങനെ ചോദിക്കും, ഓക്കെ എന്നെ ഈ വേസിൽ കൊണ്ട് വെക്കൂ, എന്നെ ഇതിൽ കൊണ്ട് വെക്കൂ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇടാൻ ടുലിപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു വേസിലിട്ട് വെക്കാനായിട്ട്. ലൈക്ക് ദിസ് ഇസ് മെയ്ഡ് ഫോർ ടുലിപ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേസാണ്. കഴുകാനുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടിക്ക് ഞാൻ പോകുമ്പോഴാണ് ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് കളക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതിലും നമുക്കിങ്ങനെ ഡാലിയാണോ, യെസ്, ഡാലിയാസും ഡാഫോഡിൽസൊക്കെ ഇങ്ങനത്തെ വേസസിൽ വെച്ചാലാണ് ഇത് കുറച്ചുകൂടെ ഭംഗിയാവുന്നത് കേട്ടോ. ദിസ് വൺ വാസ് ഗിഫ്റ്റഡ് ടു ബി ബൈ മൈ മോം ബിക്കോസ് ഇറ്റ്സ് ഫ്രം ഇന്ത്യ. ഞാൻ ചോദിച്ച് മമ്മീനെ കൊണ്ട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. ലൈക്ക് ഭയങ്കര, ഞാൻ കുറച്ചുകൂടെ വലുതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ മമ്മി തന്നു വിട്ടപ്പോൾ കുഞ്ഞതായിപ്പോയി. ആൻഡ് ദിസ് വൺ, ഇതെല്ലാം മിക്കതും ഞാൻ ഫ്ലീ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ലൈക്ക് എനിക്ക് എപ്പോഴും ഗോൾഡൻ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സി എ ലോട്ട് ഓഫ് ഗോൾഡൻ യുറ്റൻസിൽസ് ആൻഡ് ലൈക്ക് ഡെക്കോസ് ഓൾ ഓവർ. അപ്പോൾ ഇതെന്തിന് ഞാൻ വാങ്ങിച്ചത് എനിക്കറിയത്തില്ല. വിഷു ഓണമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ഫോർ 10 euros. 10 euros എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 euros നാട്ടിലെ പൈസ വെച്ച് നോക്കണ്ട, പക്ഷേ 10 euros ഇസ് ലൈക്ക് എ വെരി ബിഗ് ഡീൽ. ഇതെനിക്ക് അനുചയിച്ച് തന്നതാണ് ദിസ് വൺ. ഇതിൽ നമുക്ക് ഡാലിയാസ് ആൻഡ് ഡാഫോഡിൽസ് ആണ് ഇതിൽ കൂടുതൽ ചേരുന്നത്. ആൻഡ് ദിസ് വൺ സ്യൂട്ട്സ് മോർ ഫോർ റോസസ്. ഒരു ജാറ് പോലെയാണ്. കിച്ചണിലും ഞാനിത് വെക്കാറുണ്ട്. അത് പറഞ്ഞപ്പോൾ കിച്ചണിൽ 2-3 ഇരിപ്പുണ്ട്. ഓ മൈ ഗോഡ്, അതെന്താണ് ഞാൻ എടുക്കാതെ? ഐ ഡോണ്ട് നോ. ആൻഡ് ഇങ്ങനത്തെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ജാസും എനിക്കുണ്ട്. ലൈക്ക് ഒരു ക്വിക്കായിട്ട് പെട്ടെന്നൊരു പൂ ഇട്ടിട്ട് ഞാൻ ഇങ്ങനത്തേലാണ് ഇട്ട് വെക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ദിസ് ആസ് വെൽ. ഇതൊക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ള പീസസാണ്. കാരണം ഇതൊക്കെ എനിക്ക് ഫ്ലീ മാർക്കറ്റിൽ നിന്ന് കിട്ടുകയാണ്. ഏതൊക്കെയോ ജർമ്മൻ അമ്മച്ചിമാരൊക്കെ ഉപയോഗിച്ചതാണ്. ഇതിൽ കൊക്ക് ലിയോഫിൽ എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇത് കിച്ചണിൽ സ്പൂൺസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ക്രോക്കറീസൊക്കെ വെക്കുന്ന ഒരു ഇതാണ്. ബട്ട് ഐ യൂസ് ഇറ്റ് ആസ് എ വേസ്റ്റ് സെൽഫ്. Also very unique. I love this color. I think this is the most expensive of all. Like ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്.
ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. ഐ ഡോണ്ട് നോ 3,500 rupees ആണെന്ന് തോന്നുന്നു. യാ ദാറ്റ്സ് ഫ്രം H&M. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും വിച്ച് ഇസ് മൈ ഫേവറേറ്റ് എന്ന്. മൈ ഫേവറേറ്റ് വൺ ഇസ് ദിസ്. ഇതിന്ന് ചെടിയൊന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല, ബിക്കോസ് ഒരു ഫോർ ദ സേക്ക് ഓഫ് എ വീഡിയോ എനിക്ക് ചെടികളുടെ ഇത് നോക്കണമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് ജാറല്ലേ എന്ന് തോന്നും. അതുകൊണ്ട് എനിക്ക് ഈ കളർ ആയിക്കോട്ടെ, ഷേപ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ ചിലപ്പോൾ ഭാവിയിൽ ഞാനൊരു വളരെ എസ്തെറ്റിക് ആയിട്ടുള്ളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഈ ജാറെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എനിക്ക് കൂടുതൽ എസ്തെറ്റിസിറ്റി ഒന്നും വേണമെന്നില്ല. വീട്ടിൽ ഞാൻ ഇതെല്ലാം നല്ല റാറ്റ് ആൻഡ് ടേബിൾ നല്ല സെറ്റാക്കി ഞാൻ വയ്ക്കും. യെസ്, ദിസ് ആർ മൈ ലൈക്ക് ഫ്ലവർ വാസ് കളക്ഷൻസ്. ഐ ഹാവ് ലൈക്ക് എ കപ്പിൾ ഓഫ് കുഞ്ഞത് ആസ് വെൽ. മിനി ആയിട്ടുള്ള ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടെ, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇങ്ങനത്തെ പീസസ് ഒക്കെ ലൈക്ക് ഇഫ് യു വാണ്ട് ഗിഫ് മീ സംതിങ്, ഗിഫ് മീ ലൈക്ക് എ മഗ് ഓർ ലൈക്ക് ഇങ്ങനത്തെ ഫ്ലവർ വാസസ് ഒക്കെ. ഐ ലവ് ലൈക്ക് എൻ്റെ ഇമോഷൻ ഫോർ ദിസ് ഡസൻ എൻഡ്. ദിസ് ഈസ് ഓൾസോ ഇത് പക്ക ഒരു ജർമ്മൻ, നമ്മൾ ഇവിടുത്തെ ജർമ്മൻ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈ വയസ്സായ ആൾക്കാരുടെ മക്കളൊക്കെ അവർക്ക് ഇങ്ങനത്തെ വേസസിലാണ് പൂക്കൾ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ തൊട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ട് തുടങ്ങിയത് കൊള്ളാലോ ഈ വേസ് എന്നുള്ളത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു ഫൈനലി ഗോഡ് ഇറ്റ്. സച്ച് ആൻഡ് യുണീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ ആൻഡ് തിങ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പീസ് എന്ന് പറയുന്നത്. ദിസ് വൺ ഇത് അടുക്കളയിൽ ഉണ്ടായിരുന്നതാണ്. അടുക്കളയിൽ ഞാൻ കുറേ ചില സാധനങ്ങൾ എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതൊരു പംകിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വാസ് അല്ലെങ്കിൽ ജാറാന്ന് വേണമെങ്കിൽ പറയാം. ഇത് കൂടുതൽ ഹലോവീനാണ് ഞാൻ ഇവിടേക്ക് ഫ്രണ്ടിലേക്ക് വെക്കാറ്. ആ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് ഒരു പംകിനിഷ് ഷേപ്പായിട്ടുള്ളൊരു സംഭവമാണ്. ഐ ലവ് ദാറ്റ് കളർ. ആ ഒരു മഡ് റെഡ് എന്ന് പറയുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ആൻഡ് ദിസ്, ഇതുമാണ് ഞാൻ ഈ വീട്ടിലേക്ക്, ഐ മീൻ ലിറ്ററലി ദിസ് ഇസ് ദ ഫസ്റ്റ് പീസ് ഞാൻ ആദ്യമായിട്ട്. ഇതിനെന്തെങ്കിലും പറ്റിയാൽ എനിക്ക് സീരിയസ്ലി ഞാൻ തകർന്നു പോകും. ഈ ഒരു ജാർ ഞാൻ വാങ്ങിച്ചിട്ട് ഈ വീട്ടിലേക്കല്ല കൊണ്ടുവരുന്നത്. എൻ്റെ പഴയ ഞാൻ ആദ്യമായിട്ട് തിന്ന നശിച്ച വീട്ടിലേക്കാണ് ഞാൻ ഈ ജാറും കൊണ്ട് വരുന്നത്. എന്നിട്ട് ഞാൻ രാവിലെ എനിക്ക് ഈ ജാറ് നോക്കിയിരിക്കും, ഇതെൻ്റെ പുതിയ വീട്ടിൽ വയ്ക്കാലോ, ഇത് ഞാൻ എങ്ങനെ ഡെക്കോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു വീടിനെ പറ്റി എനിക്ക് പറയാൻ പോലും താല്പര്യമില്ല, അത്രയും വേസ്റ്റ് ആയിട്ടുള്ളൊരു വീടായിരുന്നത്. എനിവേസ് ഇതൊക്കെയാണ് എൻ്റെ കുട്ടി മഗ് കളക്ഷൻസ് എന്ന് പറയുന്നത്. മഗല്ല, വാസ് കളക്ഷൻ. ഐ ഡോണ്ട് നോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പോലും. എന്നെ എംബാരസ് ചെയ്യരുത് കേട്ടോ ഗൈസ്, കാരണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള കഴിവിട്ട് തോന്നുന്നില്ല. എനിക്ക് നിന്ന് സംസാരിക്കാൻ അറിയില്ല. ഇതിൻ്റെ കുറച്ച് ക്ലോസ് ഷോട്ട്സും കൂടെ തന്നിട്ട് ഞാൻ പോട്ടെ. ടാറ്റ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ തരാം കേട്ടോ, ഫ്ലവർ വാസസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഗീവ് അവേയിൽ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വേസും കൂടെ ഞാൻ ഉൾപ്പെടുത്തും. ഓക്കെ, സോ കമൻറ്റ് വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്ലവർ വാസ്.